മദേഴ്സ് ഡേയിൽ ദിയാകൃഷ്ണ ഒരു വീഡിയോ ഇട്ടു ഏറിപ്പോയത് എല്ലാവർക്കും അറിയാമല്ലോ. ആ വീഡിയോക്ക് എന്തുകൊണ്ടാണ് ദിയാകൃഷ്ണ ഒരു മറുപടി കൊടുക്കാത്തത് എന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നല്ലേ. അതിനിടയിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഉളുപ്പുമില്ലാത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇപ്പൊ കണ്ടു എന്ന് പറയേണ്ടി വരും. എന്താണ് മറുപടി എന്നല്ലേ, ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടോളുക. വാട്ട് യു വാണ്ട് ടു സേ ടു ദി പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ്? ആ ദിവസത്തെ വീഡിയോ കുറിച്ചിട്ട് നാട്ടുകാർ പലതും പറയുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ കേൾക്കണം കേട്ടോ. 10,000-കണക്കിന് ആളുകൾ അൺസബ് ചെയ്ത് പോയല്ലോ അല്ലെ, അവർക്കുള്ള മറുപടിയാണ് കേട്ടോ, ഒന്ന് കേൾക്കാം. സം ഡേയ്സ് ഐ ഡു ചാരിറ്റീസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെലോ യൂട്യൂബേഴ്സ്. ഓക്കെ. ലെറ്റ് ദം മേക്ക് എ ലിറ്റിൽ മണി വിത്ത് മൈ ക്യൂട്ട് പിക്ചർ ആൻഡ് സ്റ്റോളൻ കണ്ടന്റ്. ചില ദിവസങ്ങളിൽ അവര് ചാരിറ്റി പോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും അത്രേ. അതും കുറച്ച് യൂട്യൂബേഴ്സിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്റെ ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസും വെച്ചിട്ട് അവര് മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്ന് പ്രചരിപ്പിക്കുന്നു, നമ്മള് പ്രചരിപ്പിക്കുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. മദേഴ്സ് ഡേ അല്ല, കിട്ടില്ല, അടിപൊളി മെസ്സേജാ കൊടുത്തിട്ടുള്ളത്. അമ്മ എന്ന വാക്ക് ഒരാളെയും വിളിക്കരുത്, അത് നമ്മളെ പ്രസവിച്ച അമ്മയെ മാത്രം വിളിക്കാവൂ. വയോധികരായ ആളുകളെ നമ്മൾ ഒരു കാരണവശാലും, മക്കളെ പോലും ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. എന്റെ ഭർത്താവ് പോലും എന്റെ അമ്മയെ, അതായത് അമ്മായി അമ്മയെ ആന്റി എന്നാ വിളിക്കാറ്. അവനെങ്ങാനും അമ്മ എന്ന് വിളിച്ച ഹയ്യേ നാണക്കേട്, അവൻ എന്ത് മനുഷ്യനാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എന്നാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ സഹിതം തന്നെ നമുക്ക് ഒന്നും കൂടി പരിശോധിക്കാം. അത് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ബീയിങ് ഡിസ്ലൈക്കഡ് ബൈ പീപ്പിൾ വിത്ത് അഗ്ലി സ്പിരിറ്റ് ഈസ് ഡിവൈൻ പ്രൊട്ടക്ഷൻ. അമ്മോ എന്റെ പൊന്ന് പള്ളി, നല്ല മനസ്സായ എന്നെ ആളുകള് ഇങ്ങനെ മനഃപൂർവ്വം മോശപ്പെടുത്താൻ നോക്കുന്നുണ്ട് എന്നാണ് ആ ഒരു കമന്റിന്റെ അർത്ഥം കേട്ടോ, അല്ല ആ ഒരു പോസ്റ്റിന്റെ അർത്ഥം കേട്ടോ. 10,000-കണക്കിന് ആളുകൾ ഡിസ്ലൈക്ക് ചെയ്ത് അങ്ങ് അൺഫോളോ ചെയ്തു പോയി. ഒരു വിഷയവുമില്ല. പണം മുഖ്യം ബിഗിലെ, അതാണ് അവരുടെ ഒരു സ്ലോഗൻ കേട്ടോ. ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ട്. അഹങ്കാരന്റെ പൊന്നെ, ആ വീട്ടിൽ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വർത്താനം പറയുന്ന ആളുകളുണ്ടോ? ഒക്കെ കണക്കാണല്ലോ. ഹൻസിക ഒന്ന് ഏറി കയറി പിറ്റേ ദിവസമാണ് ഇവരെ ഏറി കയറുന്നത്. ഹൻസികയുടെ ഏറിപ്പോക്ക് ഭയങ്കര രസമുള്ള പോക്കാണ്. അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാന്യമായ വസ്ത്രം ധരിപ്പിക്കുള്ളൂ, അത് പോട്ടെ. അത് കഴിഞ്ഞ് അടുത്ത ആൾ അമ്മയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. പേളിമാണി എന്ന യൂട്യൂബർ എല്ലാവർക്കും അറിയില്ലേ, ബിഗ് ബോസ് വഴിയും അതല്ലാതെയൊക്കെ അവരെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അവരൊരു ഫാമിലി വ്ളോഗ് നടത്തുന്നുണ്ട്. ഇങ്ങനെ വേണം ഫാമിലി വ്ളോഗ് നടത്താൻ. ഞാൻ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാറില്ല, പക്ഷെ പേളിമാണിയുടെ തുടക്കം മുതൽ ഇത്ര ദിവസം വരെ എങ്ങനെയാണ് പെരുമാറേണ്ടത് വീട്ടുകാരോടും നാട്ടുകാരോടും ഒന്ന് കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഫാമിലി വ്ളോഗിൽ ഇപ്പൊ ശ്രീനിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ അമ്മയാണെങ്കിൽ എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതിയുണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയ ക്ലിപ്പ് കാണിക്കാം. ഇത് അമ്മ ഉണ്ടാക്കിയ ചക്കപ്പായസം, സ്പെഷ്യൽ പായസമാണ്. അതാണ്. അപ്പൊ അമ്മ എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു. റെഡിൽ അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ, ഈ ചുവപ്പ് നല്ല എടുത്ത് നിൽക്കുന്ന അമ്മയുടെ കളർ. ഇതൊക്കെ എന്റെ മെരോൾ എടുത്തു കൊടുത്തത്, അമ്മയ്ക്ക് ചേരുന്ന കളർ അല്ലേ, കളർ ബ്രൈറ്റ്. എന്റെ കുട്ടി എടുത്തു കൊടുത്തത്. ഇതിലെന്താണുള്ളത്? ആ പാട്ടമ്മ പാട്ട് ഭയങ്കര രസമാണ് അവരുടെ വീഡിയോസ് കാണാന്നുള്ളതാണ്. അതായത് വീട്ടിലുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് വ്യക്തമായിട്ട് അറിയാം. അമ്മായി അമ്മയെയാണ് അമ്മ എന്ന് വിളിക്കുന്നത്, ഞാൻ ആന്റി എന്നെ വിളിക്കൂ. പക്ഷെ കല്യാണത്തിന് മുന്നേ ഞാൻ മീനമ്മ എന്നൊക്കെ പിന്നാലെ കുറെ നടന്നിട്ടുണ്ട്. അവരുടെ തൈര് സാദവും സാമ്പാറും എന്റെ പൊന്നോ കുറെ കണ്ടതാ. പണം കുമിഞ്ഞു കൂടുമ്പോൾ ചില ആളുകൾക്ക് അഹങ്കാരം വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് തന്നെയാണ് അതിലൂടെ കണ്ടതെന്നുള്ളതാണ്. എന്നാൽ അവർക്കൊരു തെറ്റ് പറ്റിയെന്ന് അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അവർ നമുക്ക് വേണ്ടി ഇട്ട് തന്ന വീഡിയോ ആണ് മനഃപൂർവ്വം എന്ന രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉളുപ്പ്, എന്റെ പൊന്നെ ഉളുപ്പ് എന്നൊരു സാധനം വേണം കേട്ടാ. പിന്നെ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താ? സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് എല്ലാവരും ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തത്. വൈറലായി കിടക്കുന്ന കണ്ടന്റ് ആയതുകൊണ്ടാണല്ലോ നമ്മളിത് ശ്രദ്ധിക്കുന്നത്. ഇത്രയും ആളുകൾ കാണുന്ന ഒരു വീഡിയോയിലൂടെ തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. എന്റെ മകൻ വളർന്നു വലുതായി അവൻ മറ്റൊരാളെ അമ്മ എന്ന് വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ തിരുത്തും. എനിക്ക് ഭയങ്കര സങ്കടം എന്നാ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും കൂടാതെ ഭർത്താവിനൊക്കെ എന്നാ ഒരു റെസ്പെക്റ്റാ കൊടുക്കുന്നത് അറിയോ? അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒന്നും കൂടി നിങ്ങളൊന്ന് കണ്ണോടിക്കണം ഈ വീഡിയോയിലൂടെ. പിന്നെ കുറെ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്.
ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ സോ ഹാപ്പി ദറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. കല്യാണത്തിന് മുമ്പ് വരെ മീനമ്മയായിരുന്നു ആ പേരിന്റെ തറ്റത്ത് അമ്മ എന്ന് ചേർത്തിരുന്നേ. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ കഴിഞ്ഞില്ലേ, കാലം മാറുന്നതനുസരിച്ച് ചില ആളുകൾക്ക് ഓർമ്മശക്തിയൊക്കെ ഒന്ന് കുറയും, അതായത് ഓർമ്മക്കുറവ് ഉണ്ടാവേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാവാം. എന്തായാലും ഭർത്താവിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ആളാണ് കേട്ടോ. നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് പോലെ നല്ല കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലായില്ലേ. ചില ആളുകൾ അങ്ങനെയാണെന്നുള്ളത് ഇടക്ക് സത്യം അങ്ങ് പുറത്ത് ചാടും. പക്ഷെ അവർ തന്നെ ചെയ്തു വെച്ച ഒരുപാട് കണ്ടന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിന് തിരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവര് പറഞ്ഞു തന്നെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മീനമ്മ. പക്ഷെ ഇപ്പൊ വെറും ആന്റി. കൊള്ളാം. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നല്ലേ. അപ്പൊ നമ്മൾ ചോദിക്കുള്ളൂ അല്ലേ, നമ്മളല്ല സബ്സ്ക്രൈബേഴ്സ്, ഇറങ്ങിപ്പോയ സബ്സ്ക്രൈബേഴ്സ് അവര് ചോദിക്കുള്ളൂ. പിന്നെ അയാള് ആദ്യം അശ്വിനായിരുന്നു, പിന്നെ അയാളായി. പിന്നെ അയാളെങ്ങാനും എന്റെ അമ്മയെ അമ്മ എന്നറ്റം വിളിച്ച അവനിനി ഭ്രാന്ത് തന്നെയാണോ എന്ന് പോലും തോന്നും എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായത് അവന് പറയാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ്. വാ കൊണ്ടൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ അവന് അതിന് അത്രമാത്രം ബോധം ഉണ്ടാവുള്ളൂ. പറയാൻ പറ്റില്ല, ചില ആളുകൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. സ്വന്തം അമ്മയെ കുറിച്ചിട്ടാ പറയുന്നത്, ഒരു ബോധം വേണ്ടേ. അവനൊക്കെ അത് മറന്ന് എന്താ ചെയ്യുക, ഓരോരോ അവസ്ഥകള്. കൊള്ളാം കൊള്ളാം കൊള്ളാം. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എനിവേസ്, അതൊരു വല്ലാത്ത ഡയലോഗ് അടിയായി പോയി കേട്ടോ. അവനവൻ അമ്മയും അച്ഛനുണ്ടെങ്കിൽ അവരെ വിളിച്ച്, ഇല്ലെങ്കിൽ വേറെ വല്ലവരും പോയി വിളിച്ചോളൂ. അതിനൊരു ധാർഷ്ട്യം തന്നെ ഉണ്ട് ആ മുഖഭാവത്തില്, ഒരു ധാർഷ്ട്യം. അയ്യേ അയ്യേ. എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഏറ്റവും കോമഡി. ചാരിറ്റി പോലെ യൂട്യൂബർമാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്, അവരുണ്ടാക്കുന്നതാണെന്നൊക്കെ. കൊള്ളാം. നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ കുട്ടി നിങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങനെ വിളിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം കർമ്മ എന്നൊന്നുണ്ട്. മാതാപിതാ ഗുരു ദൈവം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ അതിൽ പോലും ദൈവം ഏറ്റവും ലാസ്റ്റാണ്. അമ്മയ്ക്കാണ് പ്രാധാന്യം എന്നുള്ളതാണ്. വയോധികരായ ഏതൊരു വ്യക്തിയെ അമ്മ എന്ന് വിളിക്കുന്നത് പുണ്യപ്രവർത്തിയായിട്ട് നമ്മൾ കാണുന്ന ആ കുഞ്ഞു ഭാവിയിൽ അത് വിളിക്കും. നിങ്ങളത് കാണും തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തല്ലേ ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. കാവിലെ അമ്മ ഒന്നുമല്ല. പക്ഷെ കാവിലെ അമ്മയെ പോലെ തന്നെ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മറ്റുള്ള ആളുകളുടെ അമ്മമാരെ. എന്റെ കൂട്ടുകാരന്റെ അമ്മയെ, പ്രായത്തിൽ മൂത്ത ഏതൊരു വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അമ്മ എന്ന പേര് ചേർക്കുമ്പോൾ അവർക്കും ഒരു വിശ്വാസമായിരിക്കും നമ്മളോട് എന്നുള്ളതാണ്. പല ആളുകളും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം കൂടിയാണ് അത് എന്നുള്ളതാണ്. നമുക്ക് ഒരാളെ അമ്മ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് സ്നേഹമുണ്ട്, അവരെ നമ്മൾ സംരക്ഷിക്കും എന്നൊക്കെയാണ് അതിനർത്ഥം എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവരുടെ ഇങ്ങനെ ഒരു ഡയലോഗ്. കൊള്ളാം. ഇനി മീനമ്മയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കേട്ടോക്കിയേ. ഷെഫ് മീനമ്മ, അതും വെറും കൈയോടെ അല്ല വന്നേ, കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഡ്ഡലി മുറുക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മുറുക്ക് ഞാൻ കുറേ ചോദിച്ചു, അങ്ങനെ കിട്ടി. എനിക്ക് മുറുക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. മീനമ്മയ്ക്കായിട്ട് കൊടുത്തു വിട്ടിരുന്ന ഡ്രൈ ഫിഗ്, ഡേറ്റ്സ്. ഇനിയും വേണമെങ്കിൽ ഒരുപാട് മീനമ്മ 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 എന്ന് വിളിക്കുന്നതിൽ ചേർക്കാൻ കഴിയും. വേണ്ട. ഞാൻ ആ പേളിമാണിയുടെ വീഡിയോ കണ്ടപ്പോൾ കുറെ ആളുകൾ സജസ്റ്റും ചെയ്തു കേട്ടോ. കുറെ ആളുകൾ കമന്റ് ഇട്ടതാണ്, പേളിമാണിയൊക്കെ കണ്ടു പഠിക്കണം ഇവര് എന്നുള്ളത്. ഫാമിലിയെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാവും. അവരുടെ അച്ഛനോ അമ്മയോ ഒന്നും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്റെ മക്കൾക്ക് ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കാനാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, എന്റെ മക്കൾ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നൊന്നും പറഞ്ഞു നടന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അവരോട് യാതൊരു വെറുപ്പ് പോലും തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അച്ഛൻ എന്തൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്, മാന്യമായി വസ്ത്രം ധരിക്കുക, അത് തേങ്ങാക്കൊല മാങ്ങാത്തൊലി, എന്തൊക്കെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. എന്നാലും മദേഴ്സ് ഡേയിൽ കൊടുത്ത ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, പൊന്നോ അടിപൊളി, കിട്ടില്ല. ആ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ അൺഫോളോ ചെയ്ത് പോയിട്ടില്ലേ, അവരൊക്കെ നുണ പറഞ്ഞ് പുറത്തു പോയതിന് തുല്യ എന്ന് പറയുന്നത്. കൊള്ളാം. യൂട്യൂബർമാർക്ക് ഒരു ചോറ് തിന്നാൻ ഒരു ചാരിറ്റി ചെയ്ത് ഇട്ട് കൊടുത്തതാണ്, നമ്മൾ നുണ പറയാണ്, ഞാൻ നല്ല മനസ്സിനുടമയാണെന്നൊക്കെയാണ് ഇപ്പൊ ദിയാകൃഷ്ണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്നും കൂടി ഒന്ന് രേഖപ്പെടുത്തിക്കൊള്ളട്ടെ, ശക്തമായി രേഖപ്പെടുത്തിക്കോളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നമ്മുടെ മക്കളെ ഒരു കാരണവശാൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കരുത്. എന്റെ പൊന്നു മക്കളെ, എനിക്കതേ പറയാനുള്ളൂ. മക്കളോട് പ്രായത്തിൽ മുതിർന്ന ആളുകളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം.
അമ്മ എന്ന് വിളിക്കുന്നത് തെറ്റല്ല എന്നും അമ്മ എന്ന് വിളിക്കുന്നത് പെറ്റമ്മയെ പോലെ ആയിരിക്കണം മറ്റുള്ളവരെ എന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വിദ്യാഭ്യാസം കൂടുമ്പോഴും സാമ്പത്തികം കൂടുമ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ മാറും. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കണ്ടോണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ എക്സ്പ്ലനേഷൻ കൊള്ളാല്ലേ, ഇഷ്ടപ്പെട്ടോ? എന്നാ കൂടെ കൂടിക്കോളി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.